ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ്. കൂടെ ഉമ്മയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഈ മഴക്കാലത്ത് ഒരു ചെറിയ ട്രിപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാലോ, യാത്ര എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരുപാട് ഉന്മേഷം നൽകുന്ന ഒരു സംഭവമാണ്. നമ്മൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ എപ്പോഴും പോകാൻ ശ്രമിക്കുക. നമ്മുടെ നാടിൻ്റെ അടുത്തൊക്കെയുള്ള ചെറിയ ഡെസ്റ്റിനേഷനിലൊക്കെ അത് പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്രകൾ നടത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെയൊക്കെ നാടിൻ്റെ അടുത്തുള്ള ആനങ്ങമല ഇക്കോ ടൂറിസം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കുറച്ച് ദൂരെ യാത്ര ചെയ്യേണ്ടുള്ളൂ. ഏകദേശം ഒരു 15 കിലോമീറ്ററൊക്കെ, അല്ലെങ്കിൽ ഒരു 15ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പുറപ്പെട്ട് ഉമ്മയെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അനങ്ങമലയിലേക്ക് എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങൾ അറിയാം. ഇത് അനങ്ങമല ഇക്കോ ടൂറിസത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. നല്ല മനോഹരമായിട്ടൊരു കവാടം അവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും വെൽക്കം ടു അനങ്ങമല ഇക്കോ ടൂറിസം എന്നൊക്കെ എഴുതി നമ്മളതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല മഴക്കാലമാണ് കേട്ടോ. ചെറിയ മഴ ഇങ്ങനെ ചാറി പെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയ മഴയൊട്ട് ഇല്ലേനും. അപ്പോൾ എന്തായാലും നല്ല രസമുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പ്രകൃതി എപ്പോഴും നമുക്ക് കാണാൻ എപ്പോഴും നന്നായിരിക്കുക മഴക്കാലത്താണ്. കാരണം അതിൻ്റെ ഒരു പച്ചപ്പും അതിൻ്റെ ഒരു കുളിർമയും ഒക്കെ നമുക്ക് കിട്ടുന്നത് എപ്പോഴും മഴക്കാലത്തായിരിക്കും. മഴക്കാലത്ത് വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോകുന്നതും വലിയ ഭീകരമായിട്ടുള്ള അന്തരീക്ഷമുള്ള സ്ഥലത്തൊക്കെ പോകുന്നത് വലിയ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, ആളുകൾ പുഴയുടെ നടുവിൽ. നമ്മൾ ഉത്തരേന്ത്യയിൽ നാളെ ഒരു വാർത്ത കണ്ടു, പക്ഷേ നമ്മൾ വിചാരിച്ചത് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ചിറ്റൂരിൽ ഇതുപോലൊരു കുടുംബങ്ങൾ പുഴയുടെ നടുവിൽപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ നമ്മൾ അത്രയും റിസ്ക്കുള്ള യാത്രകളൊക്കെ കുറച്ച് നമ്മൾ പ്രായമായവരെയും കുട്ടികളെയൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെയുള്ള നല്ല രസകരമായി അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങളിൽ പോവുക. കുറച്ച് നേരം അവരായിട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അനങ്ങമല ഇക്കോ ടൂറിസം. നല്ല വെള്ളമൊക്കെ വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു മഴക്കാലത്ത് വരുമ്പോഴാണ് ഈ ഒരു വൈബ് കിട്ടുള്ളൂ. ഒരു വേനൽക്കാലത്ത് വരുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ വരണ്ടുണങ്ങി കിടക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും അനങ്ങമല ഇക്കോ ടൂറിസം നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. ഇതിൻ്റെ മുകളിലേക്ക്, പാറയുടെ മുകളിലേക്ക് നമുക്ക് കയറി പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനും ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള വലിയ മലയുടെ മുകളിലേക്ക് നമുക്ക് കയറിപ്പോവാം. ഈ കാണുന്ന വലിയ ആനങ്ങമല, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 40 രൂപയാണ് അഡൽസിനുള്ളത്. മുതിർന്നവർക്ക് 40 രൂപ, കുട്ടികൾക്ക് 10 രൂപയോ 15 രൂപയോ ഒക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഏതൊരു കുടുംബത്തിനും വളരെ ചെറിയ ബഡ്ജറ്റിൽ പോയി കണ്ട് ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടോ, ഈ പാലത്തിൻ്റെ മുകളിലൂടെയൊക്കെ നമുക്കിങ്ങനെ പോവാം. അവിടെ അതിനുള്ള പ്രത്യേകമായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പുറത്ത് കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല, അപ്പോൾ ഇന്ന് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ വെള്ളത്തിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്ന് പിന്നെ ഇതിലൂടെ അങ്ങോട്ട് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ ഇക്കോ ടൂറിസത്തിൻ്റെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പിന് മുകളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ മലയുടെ മുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ആളുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആ മലയുടെ മുകളിൽ കയറി നമുക്ക് മൊത്തം ആസ്വദിക്കാൻ വേണ്ടി പറ്റും. വളരെ രസകരമായിട്ടുള്ള സ്ഥലമാണ്. ഇഷ്ടം പോലെ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല സിനിമകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പാടമാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന, നമ്മൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ് ആനങ്ങമല എന്ന് പറയുന്ന സ്ഥലം. ഇത് പിന്നെ പണിക്കറുകുന്നു എന്നും കീഴൂർ റോഡ് എന്നും ഒക്കെ ഇവിടെ പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം അനങ്ങമല ഇക്കോ ടൂറിസമാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.